ഇതേ സാഹചര്യം അന്തമാനിലുണ്ടായി. അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാളികളെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതിൽ നിന്ന് മാറിയ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു. ആയുധമെടുത്ത് പോരാടിയെങ്കിലും ബ്രിട്ടീഷുകാരെ ഒഴിവാക്കാൻ കഴിയൂ, മറ്റു രാഷ്ട്രങ്ങളുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടനെതിരെ പോരാടണം, അങ്ങനെയുള്ള ഒരു തീവ്ര ചിന്തയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്. അതുകൊണ്ട് തന്നെയാണ് മിതവാദികളായ അല്ലെങ്കിൽ അഹിംസയുടെ പാത സ്വീകരിച്ചിരുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാതായത്. അദ്ദേഹം അക്കാലത്ത് തന്നെ ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു, ഹിറ്റ്ലറുമായി സംസാരിച്ചു. കാരണം ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഹിറ്റ്ലറുടെ ജർമ്മനി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ ആക്രമിക്കുന്ന പ്രധാന കക്ഷികളിലൊന്ന് ബ്രിട്ടനാണ്. അല്ലെങ്കിൽ ബ്രിട്ടനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രധാന കക്ഷി, ബ്രിട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രധാന കക്ഷി ജർമ്മനിയാണ്. ഒപ്പം ജർമ്മനിയുടെ സഖ്യകക്ഷിയാണ് ജപ്പാൻ. അപ്പോൾ ജർമ്മനിയെയും ജപ്പാനെയും കൂട്ടുപിടിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനെ തുരത്തുക എന്നുള്ളതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ലക്ഷ്യം. അങ്ങനെ ജപ്പാനുമായി ബന്ധമായി. ഈ ജപ്പാൻ ആന്തമാൻ പിടിച്ചടക്കിയതോടുകൂടി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനുമായി ബന്ധപ്പെടുന്നു. ഒരു വർഷത്തിന് ശേഷം 1942 ജപ്പാൻ ആന്തമാൻ പിടിച്ചടക്കിയത്. 1943 ടോക്കിയോയിൽ സുപ്രധാനമായ തീരുമാനം ഉണ്ടാകുന്നു. ഈ ആന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ INAക്ക്, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജിന് നൽകുക, അവർക്ക് തിരിച്ചേൽപ്പിക്കുക. സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച് ഈ പ്രദേശം തിരിച്ചു നൽകുന്നു. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭൂഭാഗത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. അല്ല, 1943 ഡിസംബറിൽ തന്നെ ഈ പ്രദേശത്ത് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യൻ പതാക ഉയർത്തിയിരുന്നു. അവിടെ ഇപ്പോഴും സുഭാഷ് ചന്ദ്രബോസ് ആ ഇന്ത്യൻ പതാക ഉയർത്തിയ, ഇന്ത്യയുടെ ഒരു ഭൂഭാഗമെങ്കിലും ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായ ആദ്യത്തെ പ്രദേശം എന്ന നിലയിൽ ഈ ആന്തമാനിലെ ഫ്ലാഗ് പോയിൻ്റ് എന്നൊരു സ്ഥലത്ത് അദ്ദേഹം പതാക ഉയർത്തി. ഇന്നും ആ പതാക അവിടെയുണ്ട്. അത് 2018 അവിടെ എല്ലാവരും നവീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ഉദ്ഘാടനം ചെയ്ത പതാക ഉയർത്തിയ ഒരു കൊടി